ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ കലാവിദ്യാഭ്യാസം 2023-24 അധ്യയന വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ആദ്യ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന സംഗീത ഉപകരണങ്ങളിൽ പക്കവാദ്യം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്താണ്? അതെ, ഓപ്ഷൻ എ ആണല്ലേ, മൃദംഗം. ആൻസർ എന്താണ്? മൃദംഗം. ദെൻ ഭക്തിരസ പ്രാധാന്യമുള്ള സാഹിത്യം ഉൾക്കൊള്ളുന്ന ഗാനരൂപം. ഭക്തിരസ പ്രാധാന്യമുള്ള സാഹിത്യം ഉൾക്കൊള്ളുന്ന ഗാനരൂപം ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, കീർത്തനങ്ങളാണല്ലേ. ആൻസർ എന്താണ്? കീർത്തനങ്ങൾ. ദെൻ മൂന്നാമത്തെ ചോദ്യം, കഥകളിയിൽ പ്രധാനമായും 2 പാട്ടുകാരാണുള്ളത്. അതിൽ ചേങ്ങില കൊട്ടി പാടുന്ന പാട്ടുകാരനെ പറയുന്ന പേരെന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്താണ്? അതെ, പൊന്നാനിയാണല്ലേ. ആൻസർ എന്താണ്? പൊന്നാനി. ദെൻ നാലാമത്തെ ചോദ്യം, കുച്ചിപ്പുടി നൃത്തരൂപത്തിൽ കൂടുതൽ പ്രചാരം നൽകിയ വ്യക്തി ആര്? കുച്ചിപ്പുടി നൃത്തരൂപത്തിന് കൂടുതൽ പ്രചാരം നൽകിയ വ്യക്തി ആര്? യെസ്, വെമ്പട്ടി ചിന്നസത്യമാണ്. ആൻസർ എന്താണ്? വെമ്പട്ടി ചിന്നസത്യം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവർ ചിത്രത്തിന് പേരുകേട്ട കൃഷ്ണപുരം കൊട്ടാരം കേരളത്തിലെ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ആലപ്പുഴ ജില്ലയിലാണ്. ആൻസർ എന്താണ്? ആലപ്പുഴ. ഓക്കെ, ദെൻ താഴെ പറയുന്നവയിൽ നാടകവുമായി ബന്ധപ്പെട്ടത് ഏത്? തിരശീല, ക്യാമറ, ലൊക്കേഷൻ, ഡബ്ബിംഗ്. ആൻസർ ഏതാണ്? അതെ, ഓപ്ഷൻ എ, തിരശീല. ദെൻ 7 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. 7ാമത്തെ ചോദ്യം എന്താണ്? നൃത്തം അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏതെങ്കിലും 2 ഘടകങ്ങൾ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ നമുക്ക് എഴുതാം? അതെ, മുദ്രകൾ കൊണ്ട് അർത്ഥം കാണിക്കണം. അതുപോലെ തന്നെ എന്താണ്? ചുവടുകൾ വേണം. ദെൻ ചുവടുകൾക്ക് താളമുണ്ടാവണം, നല്ല ഭാവമുണ്ടാവണം, അനുയോജ്യമായ വസ്ത്രധാരണം വേണം. എന്തൊക്കെയാണ്? മുദ്രകൾ കൊണ്ട് അർത്ഥം കാണിക്കണം, ചുവടുകൾ വേണം, ചുവടുകൾക്ക് താളമുണ്ടാവണം, നല്ല ഭാവമുണ്ടാവണം, അനുയോജ്യമായ വസ്ത്രധാരണം വേണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 ഘടകങ്ങൾ കൂട്ടുകാരെ എഴുതിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് 2 മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിലുള്ള സംഗീത ഉപകരണങ്ങളെ തിരിച്ചറിഞ്ഞ് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്? അതെ, വയലിനുണ്ട്, മൃദംഗം, ഘടം, തമ്പുരു, മുഗർശംഖ്. എന്തൊക്കെയാണ് ഇതിലുള്ളത്? വയലിൻ, മൃദംഗം, ഘടം, തമ്പുരു, മുഗർശംഖ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് പരിചിതമായ ചില ഗാനങ്ങളുടെ ആദ്യ ഭാഗം താഴെ കൊടുത്തിരിക്കുന്നു. അവ ഏതു വിഭാഗത്തിൽ പെടുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ചേരുംപടി ചേർക്കുക. ദേശഭക്തി ഗാനം ഏതായിരിക്കും? ഭാരതം എന്നാൽ പാരിൻ നടുവിൽ അല്ലേ. ദെൻ മാപ്പിളപ്പാട്ട്, സംസ്കൃത പമഗിരി. ദെൻ നാടൻ പാട്ട് കുട്ടനാടൻ താരകപ്പെണ്ണാളെ. ഓക്കെ, താരകപ്പെണ്ണാളെ. വഞ്ചിപ്പാട്ട് കുട്ടനാടൻ പുഞ്ചയിലെ അല്ലേ. അപ്പോൾ ദേശഭക്തി ഗാനം, ഭാരതം എന്നാൽ പാരിൻ നടുവിൽ, മാപ്പിളപ്പാട്ട്, സംസ്കൃത പമഗിരി, നാടൻ പാട്ട്, താരകപ്പെണ്ണാളെ, വഞ്ചിപ്പാട്ട്, കുട്ടനാടൻ പുഞ്ചയിലെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പക്കവാദ്യങ്ങളെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. എന്താണ് ഈ പക്കവാദ്യങ്ങൾ? അതെ, സംഗീത കച്ചേരികളുടെ ഫലപ്രദമായ അവതരണത്തിന് ആവശ്യമായ സംഗീത ഉപകരണങ്ങളാണ് പക്കവാദ്യങ്ങൾ. കർണാടക സംഗീത കച്ചേരിയിൽ ശ്രുതിവാദ്യമായ തമ്പുരുവും സംഗീതവാദ്യമായ വയലിനും താളവാദ്യമായ മൃദംഗവുമാണ് പ്രധാന പക്കവാദ്യങ്ങൾ. കൃത്യമായ താളപ്രയോഗത്തിന് മൃദംഗവും ലയിച്ചു പാടുന്നതിന് തമ്പുരുവും സഹായിക്കുന്നു. ആലാപനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഉപകരണമാണ് വയലിൻ. ഈ വാദ്യോപകരണങ്ങൾക്കൊക്കെയും ഏറെക്കുറെ തുല്യ പ്രാധാന്യമാണുള്ളത്. ഹിന്ദുസ്ഥാനി കച്ചേരിയിൽ ഹാർമോണിയവും തബലയുമാണ് പക്കവാദ്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിശക്തമായ കാറ്റിൽ വീട്ടുമുറ്റത്തെ മരത്തിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞുപോയി. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ആ മരത്തിൻ്റെ ചിത്രം വരയ്ക്കുക. എളുപ്പമല്ലേ? കൂട്ടുകാർ വരച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ദെൻ 12, 13 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതുക. ശരിയുത്തരത്തിന് 5 സ്കോർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. മീനുവിൻ്റെ വീട്ടിലെ പൂച്ചക്കുട്ടി ഓടിപ്പോയി. പൂച്ചയെ അന്വേഷിച്ചിറങ്ങിയ മീനു കണ്ട നഗര കാഴ്ചകൾ നിങ്ങളുടെ ഭാവനയിൽ വരയ്ക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും കൂട്ടുകാർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? വരയ്ക്കാവുന്നതാണ് അല്ലേ. നമ്മൾ എന്താണ് ലാസ്റ്റ് ഇതിന് ആൻസർ കീയിൽ ചിത്രങ്ങളൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ ഒന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മലയാള സിനിമയെക്കുറിച്ച് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് ഭ്രമയുഗം എഴുതാം. കൂട്ടുകാർക്ക് ഏതാണോ തോന്നുന്നത് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മലയാള സിനിമയെക്കുറിച്ചിട്ട് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് എഴുതാം. പുതുമയുള്ള നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള നടൻ മമ്മൂട്ടിയുടെ അഭിനയ തികവ് ഭ്രമയുഗം എന്ന സിനിമയിൽ കൊടിമൺ പോറ്റിയിലൂടെ ആവർത്തിക്കപ്പെടുകയാണ്.
ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഇക്കാലത്ത് അവതരിപ്പിക്കുക എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ഭൂതവും വർത്തമാനവും ഭാവിയും പറഞ്ഞുകൊണ്ടുള്ള അവതരണത്തിലൂടെ തുടക്കം മുതൽ പ്രേക്ഷകനിൽ ഉണ്ടാവുന്ന താല്പര്യം നിർത്താനാവുന്നുണ്ട്. അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കുന്നത് തുറന്നു കാട്ടൽ കൂടിയാണ് ഈ സിനിമ. പതിവുകൾ കണ്ടുമടുത്തവർക്ക് കാഴ്ചയ്ക്കപ്പുറത്തുള്ള ലോകം ഇത് നൽകുന്നുണ്ട്. അധികാരത്തിന്റെ ഗർവോടെ നടക്കുന്ന കൊടുമൺ പോറ്റി തനിക്ക് അഭയം നൽകിയ ആൾക്കു മുന്നിൽ നിസ്സഹായനായി നിൽക്കുന്നൊരു പാണൻ, അകത്തളത്തിൽ എപ്പോഴും പണിയെടുക്കുന്നൊരു വേലക്കാരൻ തുടങ്ങിയ കുറച്ചു കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത്. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ദക്ഷിണ മലബാറിൽ എവിടെയോ നടക്കുന്നൊരു കഥയാണിതെന്ന് തുടക്കത്തിൽ പറയുന്നുണ്ട്. തമ്പുരാന്റെ വീരകഥ പാടുന്ന പാണൻ യുദ്ധത്തിൻ്റെ രക്ഷപ്പെട്ട് നാടുവിട്ട് പിന്നീട് എത്തുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു മനയിലാണ്. ഓരോ ചുവടിലും ഭയം നിറഞ്ഞ അമ്മാനയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി ഏതിലെയാണ് എന്ന് കാഴ്ചക്കാർ സംശയിച്ചു പോകും. പുതുതലമുറയിലെ വാഗ്ദാനങ്ങളായ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഇതുപോലൊരു ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സിനിമയെക്കുറിച്ച് എന്ത് ചെയ്യാം, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ആൻസേഴ്സ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നോക്കുക. ചിത്രങ്ങളെല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.